ട്രംപ് ചുമതലയേറ്റ ഉടൻ തന്നെ പറഞ്ഞിരുന്നു, ഗസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ മാറ്റിപ്പാർപ്പിച്ചതിനു ശേഷം അമേരിക്ക ഗസയെ പുനർനിർമ്മിക്കുമെന്ന്. അപ്പോൾ തന്നെ അത് അമേരിക്കയുടെ സൗഹൃദമുള്ള അറബ് രാജ്യങ്ങൾ അടക്കമുള്ളവർ തള്ളിക്കളഞ്ഞു. ട്രംപ് വെറുതെ തമാശ പറഞ്ഞതാണ്, വട്ട് പറഞ്ഞതാണ് എന്നാണ് പലരും കരുതിയത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വാഷിംഗ്ടണിൽ പോയി ട്രംപിനെ കണ്ടതിനു ശേഷം ഇരുവരും ഒരുമിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ആ സ്വപ്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. ലോകം ഞെട്ടലോടെയാണ് കേട്ടത്. ഇപ്പോഴും ട്രംപിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് അംഗങ്ങൾ അടക്കമുള്ളവർക്ക് സൗഹൃദ രാജ്യങ്ങൾക്കൊന്നും ഇതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്ന് മനസ്സിലായിട്ടില്ല. ട്രംപിന്റെ നിലപാടുകളിൽ മിക്കതും വോക്കിസത്തിനെതിരെയുള്ളതും അമേരിക്കയുടെ താല്പര്യം സംരക്ഷിക്കാനുള്ളതുമായതുകൊണ്ട് അതിനെയൊക്കെ പിന്തുണയ്ക്കുന്ന, ഇസ്രായേലിന് സമാധാനത്തോടെ ജീവിക്കാൻ അവകാശമുള്ളതുകൊണ്ട് അതിനുവേണ്ട നടപടിയെടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായ എനിക്കും ബോധ്യമായിട്ടില്ല ഇതെങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ട്രംപ് ആത്മവിശ്വാസത്തോടെ തന്റെ പദ്ധതിയുമായി മുമ്പോട്ട് പോകുമെന്ന് പറയുന്നു.